മമ്പറം സ്കൂളിലെ ഒരു മിടുക്കിയായ ഒരു കുട്ടിയുണ്ട്. രണ്ട് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് ഈ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. അധികം ആരും പോവാത്ത ഒരു വഴിയിലൂടെയാണ്, ഒരു യോഗയിലൂടെയാണ് രണ്ട് സ്വർണം നേടിയിട്ട് ഈ സ്കൂളിന്റെ അഭിമാനമായി മാറിയത്. ഏതൊക്കെ ഇനത്തിലായിരുന്നു സ്വർണങ്ങൾ ലഭിച്ചത്? യോഗയിലെ ആർട്ടിസ്റ്റിക് സോളോ വിഭാഗത്തില് അണ്ടർ 19 വിഭാഗത്തില് സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നു. റെതമിക് പെയർ അണ്ടർ 19 വിഭാഗത്തിൽ തന്നെ സ്വർണം കിട്ടിയിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് വെച്ചാൽ ഇത് നടന്നത്. അപ്പോൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ കിട്ടിയാൽ എനിക്ക് നല്ല സന്തോഷം. ഈ സ്കൂളിൽ നിന്ന് എത്ര കുട്ടികളായിരുന്നു അങ്ങോട്ടേക്ക് പോയത്, തിരുവനന്തപുരത്തേക്ക്? ഈ സ്കൂളൊന്നും ആയിട്ടല്ല, സബ് ജില്ല അല്ല ജില്ല, കണ്ണൂർ ജില്ല ആ ഒരു ഇതിലായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. അപ്പം 6 കുട്ടികളാണ് ടോട്ടൽ പോയത്. 6 കുട്ടികളായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്തതിൽ ഒരാളായിരുന്നു ഞാൻ. അല്ലെ? എന്തായിരുന്നു പേര്? അനുവർണിക. അപ്പോ അത് കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു സ്കൂളിലെത്തിയപ്പോൾ എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്തായിരുന്നു? കുറെ എവിടെ നടന്നാലും കൺഗ്രാചുലേഷൻസ് ആ ഒരു രീതിയിൽ എല്ലാവരും നല്ല ഒരു ഉണ്ടായി, സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാവരും എന്നോട് കൺഗ്രാചുലേഷൻ പറയുന്നു. പിന്നെ ഈ ഒരു യോഗ എന്നൊക്കെ പറയുമ്പോൾ അധികം ആരും പോവാത്ത ഒരു വഴിയാണല്ലോ യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യോഗയിലൂടെ മുന്നേറാം എന്നുള്ള ഒരു മോട്ടിവേഷൻ ആരാണ് തന്നത്? മോട്ടിവേഷൻ എൻ്റെ അച്ഛൻ തന്നെയാ തന്നെ. പിന്നെ നമ്മളെ നാട്ടില് ഫസ്റ്റ് തന്നെ ആടെ ഒരു യോഗ പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആടെ പോയിട്ട് അച്ഛനെ കൊണ്ടുപോയത്. ഞാൻ 5 വയസ്സ് മുതലേ ചെയ്യുന്നതാണ്. അച്ഛനെ കൊണ്ടുപോയത്. പിന്നെ സ്പോർട്സ് യോഗയിൽ എത്തിയത്, ഇത് സ്പോർട്സ് യോഗയാണ്. അപ്പോൾ സ്പോർട്സ് യോഗയിൽ എത്തിയത് 8ാം വയസ്സിലാണ് ഫസ്റ്റ് മത്സരം നടക്കുക. 8-10 കാറ്റഗറി ആ ഒരു അത്. അപ്പോൾ എനിക്ക് ജില്ലയിൽ സെക്കൻഡ് കിട്ടി. എന്നിട്ട് സ്റ്റേറ്റിലേക്ക് പോകുമ്പം ഞാൻ സെലക്ട് ആയി. അപ്പോൾ സ്പോർട്സ് കൗൺസിലിൽ അവരേക്ക് പോയപ്പോൾ KT കൃഷ്ണ സ്റ്റേറ്റ് കോച്ചാണ്. ഇപ്പം മാഷിൻ്റെ കീഴിലാണ് ചെയ്യുന്നത്. അതിന് മുന്നേ എനിക്ക് ഒരു ടീച്ചർ കൂടെ പഠിപ്പിച്ചായിരുന്നു, സപ്നേച്ചി പറഞ്ഞിട്ടുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ ഓറയാണ് നമുക്ക് ആ യോഗ സ്റ്റഡി സെന്റർ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആടെ പഠിപ്പിച്ചാണത് ഓറ. ഇനിയിപ്പം ഈ ഒരു കലോത്സവ വേദിയിലൊക്കെ എങ്ങനെയുണ്ട്? സജീവമായി എന്തെങ്കിലും മത്സരങ്ങളിലുണ്ടോ? അല്ലെങ്കിൽ? ഇല്ല, ഞാനൊരു മത്സരത്തിലും ഇല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു നമുക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. നല്ല ഒരു തന്നെയാണ്, നല്ല തിരക്കുണ്ട്. 2 സ്കൂളിലായിട്ട് മത്സരം നടക്കുന്നുണ്ട്, എന്നാലും നല്ല തിരക്കുണ്ട്. കാരണം കുറേ കുട്ടികൾ മമ്പറ ഹയർ സെക്കൻഡറിയിൽ, മമ്പറ UP എല്ലാ കുട്ടികൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ്. അങ്ങനെ എന്തായാലും ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്രയൊരു യോഗ എന്നൊരു മികവ് സ്വന്തം കൈവരിക്കാൻ കഴിഞ്ഞല്ലോ. അതില് എല്ലാവരും യോഗ എന്ന് വിചാരിക്കുന്ന വെച്ചാല് അയ്യോ ഇത് ഈസി അല്ലേ, ഇതിനെക്കുറിച്ചൊന്നും നോക്കാനില്ലല്ലോ. പക്ഷെ യോഗയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് അണ്ടർ 19 വിഭാഗമല്ലേ. അപ്പം എനിക്ക് 12 വയസ്സായിരുന്നുള്ളൂ. അപ്പോൾ 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് സ്കൂൾ ഗെയിംസിൻ്റെ കാര്യം മാത്രം. വേറെ ഒളിമ്പ്യാഡ്, ഫെഡറേഷൻ കപ്പ്, യോഗ ഫെഡറേഷൻ കപ്പ്, അങ്ങനെ കുറേ മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം മത്സരിച്ചത് സ്കൂൾ ഗെയിംസിലാണ്. അതിന് മുന്നേ ഞാൻ കുറേ മത്സരത്തിന് മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പിന്നെ നാഷണൽസിൻ്റെ കണക്ക് പറയുന്നതാണ് ഒരു 10 ആയിട്ടുണ്ടാവില്ല, ഒരു 8 നാഷണൽസ് എന്തായാലും പോയിട്ടുണ്ടാവും, ഒളിമ്പ്യാഡിൻ്റെ അങ്ങനെ ആയിട്ട്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് യോഗ ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ അതിന് ഭയങ്കര കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ല ഫ്ലെക്സിബിലിറ്റി ആവശ്യമുണ്ട്, സ്റ്റെബിലിറ്റി ആവശ്യമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും യോഗയിൽ ഇതാക്കാണ്ട് നിന്നാല് അങ്ങനെയൊന്നും എല്ലാവരോടും ഇപ്പോൾ നമ്മളിങ്ങനെ പറയും അയ്യേ യോഗയല്ലേ ഇതിനകത്ത് എന്നാ, ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അത് നമുക്ക് അത്ര ഇഷ്ടമില്ല. ഓക്കെ. അപ്പോ യോഗയിലെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ അധികം ആരും എത്തിപ്പെടാത്ത ഒരു മേഖലയാണല്ലോ യോഗ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ആ നല്ല രീതിയിൽ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ യോഗ എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ കുട്ടി പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി നല്ല ആവശ്യമുള്ള ഒരു കാര്യമാണ് യോഗ. അപ്പോ 2 മെഡലൊക്കെ നേടി ഈ ഒരു സ്കൂളിന് അഭിമാനമായി മാറിയതാണ് ഈ കുട്ടി.